അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, താങ്കൾക്ക് എങ്ങനെയാണ് വിവരം കിട്ടിയത്? സംഘപരിവാറിനെതിരെയാണ് ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങളെന്ന് ഇവിടെ എൻ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചുവല്ലോ. തിരുവമ്പാടി ദേവസ്വത്തിന്റെ മുകളിലിരിക്കുന്നയാളുടെ രാഷ്ട്രീയം. അത് മാത്രമല്ല, മുഖ്യമന്ത്രി പറഞ്ഞതിൽ തന്നെ പൂരം നടത്തിപ്പുകാർക്കും ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അതെല്ലാം സംഘപരിവാർക്കാരല്ലോ. എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തെങ്കിലും കുറ്റം അതിൻ്റെ അകത്തുണ്ട് എന്ന റിപ്പോർട്ടിലില്ലല്ലോ. സംഘപരിവാറിന് അനുകൂലമായിട്ടല്ല റിപ്പോർട്ടൊന്നും അവർക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടെന്നും മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ ഒരു മറുപടി മുഖ്യമന്ത്രി പറയുന്നത് കേട്ടിട്ടുണ്ടാവും. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കുന്ന പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ആര് എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നല്ല ധാരണയുണ്ടല്ലോ. റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കുക എന്നുള്ളതേ പരിഹാരമുള്ളൂ. സർക്കാർ നിയമസഭാ സമ്മേളനത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ എങ്ങനെയാണത് കൈകാര്യം ചെയ്യുന്നത് എനിക്കറിയില്ല. നിങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം ആർക്കും ലഭ്യമാകുന്നൊരു സാധനമാണത്. പക്ഷെ സംഘപരിവാറിനെതിരായിട്ടാണ് റിപ്പോർട്ടെങ്കിൽ അത് നിങ്ങളാരും വിളിച്ചിട്ട് കൊണ്ടുവരത്തില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇവിടെ പ്രേരണകുമാരി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അവര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരപ്രചാരകയായിരുന്നു ബീഹാറിൽ. ആരാണ് പ്രേരണകുമാരി? ശബരിമലയിൽ വനിതാ പ്രവേശനത്തിന് കേസ് കൊടുത്ത സംഘത്തിന്റെ തലൈവിയായിരുന്നു പ്രേരണകുമാരി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും, ഈ കഴിഞ്ഞ അടുത്ത വർഷങ്ങളിലൊന്നും വത്സൻ തില്ലങ്കേരിയും സുരേന്ദ്രനൊന്നും ശബരിമല പോയില്ല കേട്ടോ. ശശികലയ്ക്കും പോകണ്ട, കലാപം ഉണ്ടാക്കാൻ പോയാൽ മതി. അവരാണോ അമ്പലങ്ങൾ നന്നാക്കാൻ നടക്കുന്നത്? നമ്മുടെ ആരാധനാലയങ്ങളിൽ എത്രയോ മര്യാദയ്ക്ക് കാര്യങ്ങൾ നടക്കുന്നു. ദേവസ്വം ബോർഡ് എത്രയോ മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നു. കോവിഡ് കാലത്ത് കേരളത്തിലെ ദേവസ്വം ബോർഡിന് 100 കോടി രൂപ കൊടുത്ത് മുഖ്യമന്ത്രിയുടെ പേരല്ലേ പിണറായി വിജയൻ. ശബരിമലയ്ക്ക് എത്രയോ കോടി രൂപയാണ് കേരളം സർക്കാർ നിലയ്ക്ക് കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങളൊക്കെ അമ്പലങ്ങൾ തകർക്കാനും ഇവർ കുറെ പേർ അമ്പലങ്ങൾ നടത്താനും നടക്കുകയാണ്. അതൊക്കെ കൈവച്ചാൽ മതി കേട്ടോ. പിന്നെ BJPക്കാരുടെ ഈ കുറ്റവാളികളാണ് BJPക്കാരെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉടനെ കോൺഗ്രസ്സുകാർ കയറി ആ BJPക്കാരൊന്നും എൻ്റെ അകത്തില്ല കേട്ടോ, ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ എൻ്റെ അകത്തുണ്ട്. അതിന് ന്യായീകരണമായിട്ടാണ് കോൺഗ്രസ്സുകാർ ചാടി വീഴുന്നത്. ഞങ്ങൾ കോൺഗ്രസ്സുകാരോട് പറയുന്നത്, കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും പൂരവുമായി ബന്ധപ്പെട്ട് അനുചിതമായ പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തേണ്ടവരിൽ ക്രിമിനൽ കേസ് എടുക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അതാണ് BJP പറയേണ്ടത്. ഏതൊരു അന്വേഷണവും നടക്കട്ടെ, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന്. അല്ല, ഏതൊരു അന്വേഷണവും നടക്കട്ടെ എന്ന് ഇവിടെ യുവരാജ് പറഞ്ഞിരുന്നു. ഏതൊരു അന്വേഷണവും ഇല്ല. അതൊക്കെ സംസ്കൃതത്തിലാണ്, പച്ച മലയാളത്തിലാണ് ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണം സ്വാഗതാർഹമാണ്, അത് കുറ്റവാളികളിലേക്ക് എത്തും എന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? അതാണ് ഞങ്ങളുടെ പോയിന്റ്. ആളുകളും എടുക്കുന്ന സമീപനം എന്താണ്? ഞാൻ പറയട്ടെ, എന്റെ ഭാഗം പറയട്ടെ. പറഞ്ഞു മൂന്നാള് പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ. മൂന്നാള് പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ. അടുത്തത് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ആന എഴുന്നള്ളിപ്പും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും തമ്മിൽ 50 മീറ്റർ ഉയരം ആരാ തീരുമാനിച്ചത്? ഹൈക്കോടതി എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും പാട്ടത്തിനെടുത്ത സംവിധാനമാണോ? ഈ രാജ്യത്തെ കോടതി പറഞ്ഞാൽ കേൾക്കണം. ഇവിടെ BJPയുടെ പ്രകൃതി പറഞ്ഞു, ഈ പിണറായി സർക്കാർ വന്നേ പിന്നെ കുഴപ്പമാണ്. എന്താ പ്രധാനപ്പെട്ട പ്രശ്നം? മുഖ്യമന്ത്രി ഇന്ന് ശരിയായി ചൂണ്ടിക്കാണിച്ചു. കുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൽ 100ഓളം പേരാണ് മരിച്ചത്. അവിടുത്തെ കമ്മിറ്റിക്കാരടക്കം പ്രതിയായിട്ട് കൂട്ടുകയറി നിൽക്കുകയാണ്. എത്ര പേരാണ് പ്രതികളായി നിൽക്കുന്നത്? ഉത്സവം നടത്തിയവരെല്ലാം പ്രതികളാണ് കൊലക്കേസിൽ. അതാണ് നിയമവാഴ്ച. അത്തരമൊരു പശ്ചാത്തലത്തിൽ പൂരവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിന്ന് നിലവിലുള്ള നിയമങ്ങൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയമങ്ങളാണ്, പിണറായിയുടെ നിയമമല്ല കേട്ടോ. ആ വേലയായിട്ടൊന്നും വരണ്ട. പിണറായിയുടെ നിയമമല്ല, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങൾ പ്രകാരം ഇത്തരം കാര്യങ്ങൾക്ക് കർശന നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണത്തെ ലംഘിക്കാൻ പൂരക്കമ്മിറ്റി എന്ന് പറഞ്ഞ് ഒരു അരാജക വാസനകളിലേക്ക് വന്നു എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. എന്നിട്ട് ഈ 6 മാസം കൊണ്ട് എന്ത് നടപടി ഉണ്ടായി? ഈ 6 മാസം കൊണ്ട് എന്ത് നടപടി ഉണ്ടായി? അതുകൊണ്ട് കോൺഗ്രസിനാണ് അതിനകത്ത് ആരോപണം ഉന്നയിക്കാൻ കൂടുതൽ കരുത്തുള്ളത്. അവർ പറയുന്നു നിങ്ങൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാണ്. അവിടെയാണ് RSS നേതാക്കളുമായിട്ട് MR അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയെ അവർ ഉയർത്തിക്കാട്ടുന്നതും. ഈ 6 മാസം കൊണ്ട് എന്തുണ്ടായി? എന്ത് നടപടി ഉണ്ടായി? ആരാണ് പൂരം കലക്കിയത് അറിയാമോ നിങ്ങൾക്ക്? കണ്ടെത്തിയിട്ടില്ലല്ലോ.
അന്വേഷണം ഇങ്ങനെ പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ല, അങ്ങയുടെ മനസ്സമാധാനത്തിന് ആ ചോദ്യം ചോദിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാരണം ഞാൻ ഈ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങ് മനസ്സമാധാനപ്പെട്ടു. കോൺഗ്രസിനാണ് ഇപ്പോൾ ഇതിനകത്ത് ഹെഡ്ജ് കിട്ടിയത്. 86,000 വോട്ട് പോക്കറ്റിൽ നിന്ന് പോയിട്ട് സുരേഷ് ഗോപിയെ ജയിപ്പിച്ച കോൺഗ്രസിനാണ് നേട്ടം. ഇതല്ലേ നിങ്ങളുടെ വാദം? സർക്കാർ അങ്ങനല്ല ഇതിനെ കാണുന്നത്. കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകാൻ, ക്രിമിനൽ നടപടികളിലേക്ക് പോകാനാണ് സർക്കാർ തീരുമാനിച്ചതെന്നാണ് ഒന്നാമത്തെ തീരുമാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. ADGP ഏതാ അന്വേഷിക്കുന്നത്? പൂരം കലക്കിയതിൽ കുറ്റവാളികളുടെ പങ്കൊരു ഭാഗം. ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടോ? ഇപ്പം ഒരാളെ മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ, പോരാ. അതിനപ്പുറം അതിലേക്ക് പോകണോ? അങ്കിദാസിൻ്റെ കാര്യത്തിൽ മനോജ് എബ്രഹാം അന്വേഷിക്കും. നിങ്ങൾക്ക് എന്നാ ബുദ്ധിമുട്ടുണ്ടോ? ശരിയായ അന്വേഷണം പറയട്ടെ. മൂന്നാമത്തത്, ഈ അന്വേഷണം നടത്തിയ ADGP അജിത് കുമാർ അദ്ദേഹത്തിന്റെ ഭാഗത്ത് പോരായ്മയുണ്ട്, വീഴ്ചയുണ്ട് എന്ന് DGP പറഞ്ഞു. DGP അതിനെക്കുറിച്ച് അന്വേഷിക്കാതെയാണ് അദ്ദേഹം റിപ്പോർട്ടിന്റെ കൂടെ ഈ വാചകം കൂടെ റിപ്പോർട്ടായിട്ട് എഴുതി കൊടുത്തു. അദ്ദേഹത്തിന്റെ വിവരങ്ങൾ കൂടി റിപ്പോർട്ടാക്കി തരൂ. വേറെ അധികം ബുദ്ധിമുട്ട് കാര്യമില്ല. DGP അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങൾ ചേർത്ത് റിപ്പോർട്ടാക്കി തരൂ. അതിനാർക്കാ ബുദ്ധിമുട്ട്? അത് കുറെ കൂടെ അജിത് കുമാറിനെതിരായ വസ്തുതകൾ പുറത്തു കൊണ്ടുവരികയല്ലേ ചെയ്യുന്നത്. അജിത് കുമാറിനെ സഹായിക്കാനല്ലല്ലോ. ഇവിടെ മാധ്യമങ്ങൾ പറയുന്ന പോലെ DGPയും ADGP തമ്മിൽ തർക്കമുണ്ടല്ലോ. ആ തർക്കത്തിന്റെ ഭാഗമായിട്ട് ആരാണോ മുകളിലുള്ളത് ഇദ്ദേഹമായിട്ട് വലിയ കുഴപ്പമില്ല, കാലുഷ്യമായി നിൽക്കുന്ന ഒരാള്, അദ്ദേഹം അന്വേഷിച്ച് തരുന്ന റിപ്പോർട്ട് സർക്കാർ സ്വീകരിച്ചോളാന്നേ. അതിനർത്ഥം എന്താണ്? ആരും ആരെയും രക്ഷിക്കാനല്ല, കുറ്റവാളിയെ പിടിക്കാൻ തന്നെയാണ് സർക്കാർ. ഇനി ബഹുമാനപ്പെട്ട സലിം മടൂർ പറയുമ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന അന്വേഷണം വേണം. അദ്ദേഹം പറഞ്ഞ 100% ശരിയാണ്. പക്ഷെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും പറയുമ്പോൾ പ്രാഥമികമായ ഒരു ബോധ്യം നമുക്ക് വേണം. എന്താ പ്രാഥമികമായ ഒരു ബോധ്യം? പ്രാഥമികമായ ബോധ്യം കേരളത്തിലെ സർക്കാരിനെതിരായി കളവ് പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടരാണിവർ. ജനങ്ങൾ അങ്ങനെ വല്ലാണ്ട് വ്യാമോഹത്തിലോ വല്ലാണ്ട് കള്ളപ്രചരണത്തിലോ വീടില്ല. ഒറ്റ ഉദാഹരണം മാത്രമേ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. സ്വർണം ഖുറാന്റെ മറവിൽ കടത്തിയെന്ന് ആരോപണം കേട്ട ഒരു ഗവൺമെന്റ് തിരിച്ചു വന്നോ കേരളത്തിൽ? ഈന്തപ്പഴത്തിന്റെ മറവിൽ കടത്തിയെന്ന് കേട്ട ഒരു ഗവൺമെന്റ് തിരിച്ചു വന്നോ? എങ്ങനെ തിരിച്ചു വന്നു? ഞങ്ങൾ ഇന്ന് അഭിമാനത്തോടെ പറയുന്ന കാര്യം എന്താണ്? CPIയും അഭിമാനത്തോടെ പറയുന്നത് 2020 മുതൽ 4 കൊല്ലക്കാലമായി ഈ കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രം മുഖ്യമന്ത്രിയും ഓഫീസുമാണ് എന്ന് പറഞ്ഞു വന്നിരുന്ന കേരളത്തിലെ UDFന്റെയും BJPയുടെയും നറേറ്റീവ്സ് ഞങ്ങൾ പൊളിച്ചടുക്കി. എങ്ങനെ പൊളിച്ചടുക്കി? ഇന്ന് കേരളത്തിൽ കള്ളക്കടത്ത് പിടിക്കുന്നയാളാണ് കേരള മുഖ്യമന്ത്രി. അത് ഇന്ത്യയിൽ ഒരിടത്തും നടക്കാത്ത അളവിൽ കസ്റ്റംസുകാർ പുറത്തേക്ക് കൊടുക്കുന്ന കള്ളസ്വർണം ഏത് വിമാനത്താവളത്തിലും പിടിക്കും. അതിൽ മലപ്പുറവുമുണ്ട്. ഇതല്ലേ കേരളത്തിൽ ഇന്നത്തെ യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുന്നത്. ശരി, ഞാൻ താങ്കൾ പറഞ്ഞു എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ചോദിച്ച ചോദ്യമാണെന്ന്. പക്ഷെ ഒരു സംശയം, ശരി, എന്റെ മനസ്സമാധാനത്തിനാണ് ചോദ്യമെന്ന് താങ്കൾ നേരത്തെ പറയുകയുണ്ടായി. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ ശ്രീ K. അനിൽകുമാർ, ഇവിടെ ഒരു DGP ADGPക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് സർക്കാരിന് നൽകുക. അപ്പോൾ ആ റിപ്പോർട്ടിനെ കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നു DGP ഒരു അന്വേഷണവും നടത്താതെയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയത്, അതുകൊണ്ട് പരിശോധന നടത്തി ഒരു അന്വേഷണ റിപ്പോർട്ട് തായെന്ന്. CPIയെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി ADGPക്കെതിരെ ഒരു അന്വേഷണം എന്നതിൽ കവിഞ്ഞ് ഇതിൽ DGPയെ പൂർണ്ണമായിട്ടും അവിശ്വസിച്ചുകൊണ്ടും ADGPയെ ചേർത്ത് പിടിച്ചുമാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ ഇത് പറഞ്ഞതെന്നും മനസ്സിലാക്കുവാൻ ഒരാൾക്കും ഒരു സംശയത്തിനും ഇടയില്ല. അതിപ്പോൾ സർക്കാരിനെ അനുകൂലിക്കുന്നവർക്കാണെങ്കിലും പ്രതികൂലിക്കുന്നവർക്കാണെങ്കിലും പാർട്ടിക്കാർക്കും എല്ലാം മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയത് പറയാം. ബഹുമാനപ്പെട്ട ADGP നടത്തിയ അന്വേഷണം, ആ റിപ്പോർട്ട് DGPക്ക് കൊടുക്കുന്നു. DGPക്ക് കൊടുക്കുമ്പോൾ DGPക്കും ഇതിൽ വീഴ്ചയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കുറിപ്പോടുകൂടി മുഖ്യമന്ത്രിക്ക് നൽകുന്നു. ആ കുറിപ്പ് എന്തടിസ്ഥാനത്തിൽ നമ്മൾ സ്വീകരിക്കും? ആ കുറിപ്പ് സ്വീകരിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് നോട്ടീസ് കൊടുക്കണം. അത് DGP കൊടുത്തില്ല. നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഇന്ന വീഴ്ചയുള്ളതായി എനിക്ക് തോന്നുന്നു, അതിന് സമാധാനം തരണം എന്ന് ADGPക്ക് DGP ഒരു നോട്ടീസ് കൊടുക്കണം. അങ്ങനെയാണ് നമ്മുടെ തത്വങ്ങൾ പറയുന്നത്. അപ്രകാരം റൈറ്റ് ടു ബി ഹേർഡ് എന്ന് പറയുന്ന തത്വം അനുസരിച്ച് നോട്ടീസ് കൊടുക്കാതെ നേരെ മുഖ്യമന്ത്രിക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. മുഖ്യമന്ത്രി റിപ്പോർട്ട് തള്ളിക്കളഞ്ഞില്ല. DGPയോട് പറഞ്ഞു നിങ്ങൾ റിപ്പോർട്ട് തന്നിരിക്കുന്നു, ശരി, വെരി ഗുഡ്,
നിങ്ങളെ ADGPയോട് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്ത് മറുപടി വാങ്ങിച്ചിട്ട് ശരിയായ രീതിയിൽ എഴുതി തന്നാൽ കുറ്റവാളിയാണെങ്കിൽ ഇവിടുത്തെ സംസ്ഥാനത്തെ DGP നിയമപരമായി അല്ല പ്രവർത്തിക്കുന്നത് താങ്കളുടെ വാക്കുകളിലുണ്ടല്ലോ. സംസ്ഥാനത്തെ DGP തന്റെ കീഴിൽ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPക്കെതിരെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ഈ റിപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പോലീസിലെ ചക്കളത്തിപ്പോര് കൂടിയാണ് അവിടെ വ്യക്തമാകുന്നത് ശ്രീ കെ അനിൽകുമാർ. അപ്പോൾ വെളിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇവിടെ DGP നടക്കുന്നു. നേരത്തെ താങ്കൾ പറയുകയുണ്ടായല്ലോ ഇവർ തമ്മിൽ ശത്രുക്കളാണെങ്കിൽ, ഇല്ലേ? താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ. അല്ല, ഞാനൊന്ന് പറയട്ടെ. അവിടെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. നിങ്ങൾ ഒരാൾ റിപ്പോർട്ട് DGPക്ക് കൊടുക്കുന്നു. DGP ആ റിപ്പോർട്ട് ഗവൺമെന്റിന് അയക്കുമ്പോൾ ആ കൂടെ ഒരു കടലാസ് കൂടെ ഈ അന്വേഷിച്ച ആളുടെ പേരിലും വീഴ്ചയുണ്ട്. ഇതാണ് ഗവൺമെന്റിനോട് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് നോക്കുമ്പോൾ എന്ത് വേണം? ഗവൺമെന്റിന് മുന്നോട്ട് പോകണം. എന്ത് വേണം? അതിൽ ഒരു അന്വേഷണം നടത്താതെ എങ്ങനെ ഗവൺമെന്റ് മുന്നോട്ട് പോകും? ആ അന്വേഷണം നിങ്ങൾ നടത്തിയിട്ട് തരൂ. സംസ്ഥാന DGPയുടെ അന്വേഷിച്ചാണോ അന്വേഷിക്കാതെയാണോ റിപ്പോർട്ട് നൽകിയത് എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഒന്നും അന്വേഷിക്കാതെയാണോ സംസ്ഥാനത്തെ DGP മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി റിപ്പോർട്ട് കൊടുക്കുന്നത്? ശ്രീ കെ അനിൽകുമാർ, എന്ത് കാര്യമാണ് താങ്കൾ ഈ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പൊട്ട റിപ്പോർട്ട് പോലെ ആയിപ്പോയല്ലോ ഇത്. അല്ലല്ല, അവിടെ രണ്ടാണ്. പൊട്ട റിപ്പോർട്ട് നിങ്ങൾ സങ്കടത്തോടെ വിളിക്കുന്നത് സംഘപരിവാറിനെ കുറ്റവാളികളാക്കുന്ന റിപ്പോർട്ടിനെ കുറിച്ചാണ് പൊട്ട റിപ്പോർട്ട് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ അതിൽ നമ്പറിട്ട് പറയണം വെളിയിലേക്ക് ആരൊക്കെയാണ് അതിലെ കുറ്റവാളികളെന്ന്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സംഘടന നേതാക്കളാണ് അതിലെ കുറ്റവാളികളെന്ന് അക്കമിട്ട് പറയണം. നിങ്ങൾക്ക് കിട്ടുമല്ലോ. കിട്ടിയിട്ട് ഗവൺമെന്റ് ചെയ്യുമല്ലോ. മന്ത്രിസഭ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ പബ്ലിക് റെക്കോർഡല്ലേ, അതൊക്കെ കിട്ടുമല്ലോ. അത് കിട്ടിയിട്ട് പറയാം. ഞാൻ പറയുന്ന പോയിന്റ് ഇതേ ഉള്ളൂ. ആ റിപ്പോർട്ടിന്റെ മേലെ ഒരു മേൽക്കുറിപ്പോട് കൂടി ഗവൺമെന്റ് അയക്കുന്നു. മേൽക്കുറിപ്പിനകത്ത് അന്വേഷണം നടത്തിയെങ്കിൽ ഞാൻ ഇന്നോരോട് ചോദിക്കണമെന്ന് പറയണം. അങ്ങനത്തെ അന്വേഷണം DGP നടത്തിയതായിട്ട് DGP പറയുന്നില്ല. DGPയുടെ ഒബ്സർവേഷനാണ്. ADGPക്ക് ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനാണ്. ശരി, നല്ല ഒബ്സർവേഷൻ. ശ്രീ യുവരാജ് ഗോകുൽ, ഏറ്റവും ആദ്യം അദ്ദേഹം ചോദിച്ചത് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്നാണ്. പിന്നെ അദ്ദേഹം പറയുന്ന ന്യായീകരണങ്ങൾ ഉണ്ടല്ലോ. DGP അങ്ങനെ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തത് അതൊരു നോട്ടായിട്ട് കൊടുത്തതാണ്. അത് അന്വേഷണം നടത്താതെയായിരുന്നു, ADGPയെ കേൾക്കാതെയായിരുന്നു. അതുകൊണ്ട് പരിശോധിച്ച് റിപ്പോർട്ട് കൊണ്ടുപോവാ എന്ന് DGPയോട് പറഞ്ഞു എന്ന്. അല്ല, ഇതിനകത്ത് മഞ്ജുഷ അദ്ദേഹം പറഞ്ഞത്, താങ്കൾ എന്നോട് ചോദിച്ചത് ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നോ ഇല്ലയോ, അതിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ ADGPയെ DGPക്ക് വിശ്വാസമില്ല, DGPയെ മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ അദ്ദേഹത്തിൻ്റെ തന്നെ മുന്നണിയിലുള്ള MLA മാർക്കോ ഘടകകക്ഷികൾക്കോ വിശ്വാസമില്ല. അത് പോരാഞ്ഞിട്ട് എന്താണ്, വീഴ്ചയോട് വീഴ്ച, ADGPക്ക് വീഴ്ച, DGPക്ക് വീഴ്ച, PR ഏജൻസിക്ക് വീഴ്ച, പ്രസ് സെക്രട്ടറിക്ക് വീഴ്ച, മാധ്യമ ഉപദേഷ്ടാക്കൾക്ക് വീഴ്ച, അങ്ങനെ വീഴ്ചയോട് വീഴ്ച. അങ്ങനെ ഒരു വീഴ്ച സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിന്ന് അന്വേഷിക്കുന്ന ഒരു ഏജൻസിയെ എന്തടിസ്ഥാനത്തിൽ വിശ്വസിക്കണം എന്നാണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ ശ്രീ അനിൽകുമാർ, അങ്ങയോട് എനിക്ക് ശബരിമല വിഷയത്തിലൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങ് ബീഹാറിലേക്കും പ്രേരണകുമാരിയിലേക്കും ഒന്നും പോകണ്ട, അങ്ങ് നിലമ്പൂരിലേക്ക് പോയാൽ മതി. നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമായി നിന്നിരുന്ന ശ്രീ PV അൻവർ ഉണ്ടല്ലോ, അദ്ദേഹം തന്നെ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞതാണ് ശബരിമലയിൽ അലങ്കോലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഈ സർക്കാരാണെന്നും അത് ചെയ്യരുതെന്ന് ഞാൻ രേഖാമൂലം ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് എന്നും. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് 2 പേര് തലയിൽ തുണിയിട്ട് അകത്ത് കയറ്റി അവിടെ ആചാര ലംഘനം മനഃപൂർവ്വം വരുത്തിച്ച ഒരു സർക്കാരാണ് നിങ്ങളുടേത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ക്ഷേത്ര സ്നേഹം ഒന്നും അധികം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. 1. 2, അങ്ങ് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങയുടെ വലിയ കൺസേൺസ് ഒക്കെ പറഞ്ഞു, അംഗീകരിക്കുന്നു ഞാൻ. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള റെസ്ട്രിക്ഷൻസിനെ എല്ലാത്തിനെയും അംഗീകരിക്കുന്നു. എക്സ്പ്ലോസീവ്സ് ആക്ട് 2008 അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ പറയുന്ന എക്സ്പ്ലോസീവ്സ് കാര്യങ്ങളെല്ലാം വേണ്ടിയിട്ട് നടക്കുന്നത്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്താണ് എന്ന് അങ്ങ് ആഴത്തിലൊന്ന് പഠിച്ചതിന് ശേഷം ഇത്തരം വിഷയങ്ങളിലൊക്കെ
അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞത് ആനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ആനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഉത്സവം തുടങ്ങുന്നതിന് 9 ദിവസം മുമ്പ്, തൃശ്ശൂർ പൂരം തുടങ്ങുന്നതിന് 9 ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഇൻഡാസുമായിട്ട് ചില NGO-കൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പൂരം നടത്തിപ്പോലെ പ്രശ്നം ഉണ്ടാവുന്നേ. പൂരം നടക്കുന്നതിന്റെ അന്ന് രാവിലെ മുതൽ പോലീസ് അവിടെ ഇറങ്ങി മാർക്ക് ചെയ്ത് കളിക്കാൻ തുടങ്ങിയതാണ്. എന്താണ്, ആൾക്കാർ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ, അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം. ഇതെന്താ സംഘപരിവാർ അജണ്ടയാണോ? സംഘപരിവാർ പറഞ്ഞിട്ടാണോ പോലീസ് ഇത് ചെയ്തിരിക്കുന്നത്? ഇനി എക്സ്പ്ലോസീവ്സിന്റെ കാര്യം, പൂരത്തിന്റെ വിഷയത്തില് 2016 പുറ്റിങ്ങൽ അപകടത്തിന് മുൻപ് ഇതിനേക്കാളും 10 മടങ്ങ് തീവ്രതയിൽ അവിടെ വെടിക്കെട്ട് നടത്തിയിരുന്നപ്പോ പോലും 60 മീറ്റർ മാത്രമായിരുന്നു ഡിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ ഇപ്പോ അതിന്റെ എന്താണ് തീവ്രത അത്രയുമേൽ കുറച്ചിട്ട് പോലും 10 മടങ്ങ് കുറച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 മടങ്ങ് കുറച്ചിട്ട് പോലും വീണ്ടും 100 മീറ്ററിലേക്ക് അത് പോവുകയും ജനങ്ങളെ തടയുമ്പോഴും ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാന്നേ. ഈ പറയുന്ന ദേവസ്വങ്ങൾ റിസ്ക് അനാലിസിസ് അവിടെ സ്റ്റഡി ആയിട്ട് നടത്തിയിട്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രശ്നമില്ല എന്നുള്ള കാര്യം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ നിയമസഭയിലുള്ള ജനപ്രതിനിധികൾ നിങ്ങളുടേതല്ലേ? നിങ്ങൾ അവരുമായിട്ട് എന്താണ് ചർച്ച നടത്തിയത്? ഈ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് 2016 പുറ്റിങ്ങൽ അപകടം, നമ്മൾ 2024 നിൽക്കുന്നത്. നിങ്ങളുടെ ഏതൊക്കെ MLA-മാർ എന്തൊക്കെ ചർച്ച നടത്തി ഒന്ന് പറയാമോ? നിങ്ങൾക്ക് അവിടെ ഒരു മന്ത്രി ഇല്ല. ഇപ്പോ തൊട്ട് മുമ്പ് ഈ പറയുന്ന ഇതേ VS സുനിൽകുമാർ എന്നല്ലേ അവിടെ മന്ത്രിയായിട്ടിരുന്നത് തൃശ്ശൂരില്. അദ്ദേഹം എന്ത് ചെയ്തു? എന്താണ് ഇവര് ചർച്ച നടത്തിയത്? ഇത് പരിഹരിക്കാൻ വേണ്ടി, പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഞാൻ നേരത്തെ ചോദിച്ച പോലെ 200 ക്ഷേത്രങ്ങളാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സില് ഈ നാഗരാജൻ എന്ന് പറയുന്ന ആള് ഹൈക്കോടതിയിൽ പോയിട്ട് ക്ഷേത്രങ്ങൾക്ക് എതിരായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വിധി സമ്പാദിച്ചുകൊണ്ട് വരികയാണ്, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഇത്രയധികം ക്ഷേത്രങ്ങൾ ഈ നവകേരള സദസ്സിൽ പരാതി തന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടായി? നിങ്ങൾ ക്ഷേത്രങ്ങളെ തകർക്കാനൊന്നും ശ്രമിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് വാഗൊണ്ട് പറയാം. പക്ഷെ ചോദിച്ചത് ഞാൻ ഫാക്ട് ഓറിയന്റഡ് ആയിട്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. താങ്കൾ അതിന് മറുപടി വരൂ. താങ്കൾ ബീഹാറിലേക്കും പ്രേരണകുമാരിയിലേക്കും ഒക്കെ പോകാം. അതിനു മുമ്പ് നിലമ്പൂരിലൊക്കെ പോയിട്ട് വരൂ. ശരി, ശ്രീ അനിൽകുമാർ മറുപടി, അത് കഴിഞ്ഞ് ശ്രീകുമാറിലേക്ക് പോകേണ്ടതുണ്ട്. അല്ല, ഈ പ്രേരണകുമാരി അറിയത്തില്ല. അവര് BJP-കാരിയുടെ പേര് പറയുമ്പോൾ ഇത്ര വിഷമിക്കുന്നത്. ഞാൻ അൻവറിന്റെ പേര് പറയുമ്പോൾ താങ്കൾക്ക് എന്തിനാ എത്ര വിഷമം? അൻവറിന്റെ പേര് പറയുമ്പോൾ താങ്കൾക്ക് എന്തിനാ എത്ര വിഷമം? അല്ല, നിങ്ങളുടെ MLA അല്ല പറഞ്ഞത്, നിങ്ങളുടെ സർക്കാർ തന്നെയാണ് അവിടെ തകർക്കാൻ ശ്രമിച്ചതെന്ന്. നിങ്ങളുടെ MLA എന്നല്ലേ പറഞ്ഞത്. പക്ഷെ അവരിപ്പോൾ ഓൺ ചെയ്യുന്നില്ല MLA. ഇപ്പൊ ഓൺ ചെയ്യുന്നില്ല. പക്ഷെ ആ MLA രേഖാമൂലം കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശബരിമലയിൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വൃത്തികേടാണ് എന്ന് കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എങ്കിൽ അത് നിഷേധിക്കാൻ പറയൂ. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. മഞ്ജുഷേ, മറ്റൊരാൾക്ക് അവസരം കൊടുക്കുമ്പോൾ ഞാൻ ഇടപെടാറില്ല. തിരിച്ച മാന്യത ഉള്ളവരുമായിട്ടാണ് ചർച്ചയ്ക്ക് വിളിക്കേണ്ടത്, എന്നെ വിളിക്കേണ്ടത്. അത്ര ഞാൻ പറഞ്ഞു വെക്കുന്നു. ഞാൻ പറഞ്ഞത് പ്രേരണകുമാരി എന്ന് പറയുന്ന സംഘത്തിന്റെ BJP മഹിളാ മോർച്ച സംഘത്തിന്റെ കേസില്ലായിരുന്നെങ്കിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിവാദവും ഉണ്ടാകുമായിരുന്നില്ല. ആ കേസ് ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി നാളെ മുതൽ ഇനി ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാവുന്ന ജന്മഭൂമി അച്ചടിക്കുകയും ചെയ്തത് AK സെന്ററിൽ നിന്ന് പറഞ്ഞിട്ടല്ല എന്ന് BJP-കാർ മനസ്സിലാക്കണം. ഇനി സ്ത്രീകൾക്ക് ശബരിമല ചവിട്ടാം എന്ന് ജന്മഭൂമി ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് വായിച്ചു നോക്ക്. എന്നിട്ട് ഞങ്ങളുടെ നേരെ ചാടി വരൂ. BJP-യുടെ പ്രതിനിധിയോട് പറയുന്നത് അങ്ങനെയാണ്. രണ്ടാമത്, അത് ഒരു സുവർണാവസരമാണ് എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് പരിപാടി തുടങ്ങിയേക്കാം എന്ന് പറയുന്ന ഗോവ ഗവർണറുടെ ശബ്ദം കയ്യിലുണ്ടോ? അങ്ങനെ അമ്പലത്തിലെ പരിപാടികൾ സുവർണാവസരമാക്കുന്ന രാഷ്ട്രീയക്കാരാണ് നിങ്ങൾ എന്ന് ഈ നാട്ടിലെ ആളുകളെല്ലാം നന്നായിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് കെട്ടുകഥ പറഞ്ഞാലും അമ്പലവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. ഇപ്പം ഹൈക്കോടതിയുടെ, സുപ്രീം കോടതിയുടെ വിധിയുണ്ടല്ലോ, മൃഗക്കൊഴുപ്പുമായി ബന്ധപ്പെട്ട് ദൈവത്തെ വെച്ചാ കളിക്കുന്നത്. നിങ്ങളുടെ ഒരു കേന്ദ്രമന്ത്രി അടി കിട്ടിയില്ലേ? ചെവിയുടെ കുറ്റിക്ക് അടി കിട്ടിയില്ലേ? ഈ നരേന്ദ്രമോദിയിലെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ചന്ദ്രബാബു നായിഡു പണി കിട്ടിയില്ലേ? മുഖ്യമന്ത്രി, നിങ്ങളുടെ ഘടകകക്ഷിയുടെ മുഖ്യമന്ത്രി. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തീക്കൊണ്ടുകൊണ്ട് തലചൊറിയുന്നവരാണ് BJP-കാർ. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വന്നത്.
വന്നതിൽ തുറന്നു കാട്ടപ്പെട്ടത് നിങ്ങളാണ്. ശരി ശരി, ഞാൻ ഇടപെടുകയാണ്. പക്ഷെ അങ്ങനെ തുറന്നു കാട്ടപ്പെട്ടിട്ടില്ല എന്നാണ്. അതുകൊണ്ടാണല്ലോ വനിതാ മതിലെന്നും പറഞ്ഞൊരു സാധനം കൊണ്ട് ശബരിമലയ്ക്കെതിരായിട്ട് പ്രചാരണം നടത്തിയത് നിങ്ങളാണ്. നിങ്ങളുടെ ഇടതുപക്ഷ ഹാൻഡിലുകള് ശബരിമല ശാസ്താവിനെ കുറിച്ചിട്ട് അയ്യപ്പനെ കുറിച്ചിട്ട് എഴുതി വിട്ടിട്ടുള്ള അശീലങ്ങളെല്ലാം ഇന്നും അവിടെ ഉണ്ട്. ചന്ദ്രൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞു കൊന്നത് CPM-കാരാണ്, DYFI-കാരാണ്. എന്നിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും വരുന്നതിന് മുമ്പ് മരിച്ചതെന്ന് പറഞ്ഞത് ഇതേ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് പോലീസിനെയും കൊണ്ട് രണ്ടുപേരെ തലയിൽ തുണി ഇടിച്ച് അവിടെ കൊണ്ട് കയറാൻ പോയത്? സംഘപരിവാറിനും അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആരും ശബരിമലയിലെ ആചാരം ലംഘിക്കാൻ വേണ്ടി ആരെ എസ്കോർട്ടുമായിട്ട് കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ കൊണ്ടുപോകാൻ തുനിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളാണ് ഭരണ സംവിധാനമാണ്. ശരി ശരി അനിലെ, ഞാൻ താങ്കളിലേക്ക് വരാം. എന്താണ് ഒരു പ്രേരണകുമാരി വിചാരിച്ചാൽ അങ്ങനെ നടന്നു എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് രാജിവെച്ച് വേറെ പണിക്ക് പോകാൻ പറയാം. കോടതിയിലെ വിഷയം അതും കൂടി പറഞ്ഞോട്ടെ. കോടതിയിൽ ആ വിഷയം വന്നത് ഏതോ പ്രേരണകുമാരിയുടെ പറയുമ്പോൾ ഒഴിക്കാൻ അൽകുമാരെ നിങ്ങളുടെ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ പോയിട്ട് ഗവൺമെന്റിന്റെ നിലപാട് മാറ്റിയതിന്റെ പേരിലാണ് പറഞ്ഞുകൊണ്ട് മാത്രം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാറ്റിയിട്ട് നിങ്ങളുടെ ഒരു ഇഷ്ടക്കാരനെ പിടിച്ച് അവിടെ ഇരുത്തുകയും ചെയ്ത കാര്യമൊന്നും മറന്നു പോകരുത് അനിൽകുമാറെ. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയ കഥയൊക്കെ ഒരു പ്രേരണകുമാരിയുടെ പിറകിൽ ചെന്ന് ഏതെങ്കിലും പ്രേരണകുമാരിയുടെ സാരിത്തുമ്പിൽ ഒളിച്ചെന്ന് മറയ്ക്കാമെന്ന് വിചാരിക്കരുത്. ശരി ശരി, ശ്രീ എൻ ശ്രീകുമാർ, ഈ സംഘപരിവാറിനെ തുറന്നു കാട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വേവലാതി എന്നാണ് ചോദിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ ആളുകളുമുണ്ട്, പൂരം നടത്തിപ്പിൽ നിങ്ങളുടെ ആളുകളുമുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ആ റിപ്പോർട്ടിൽ നിങ്ങളുടെ ആളുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണെന്നാണ് അനിൽ പറയുന്നത്. അതായത് സംഘപരിവാറുകാർ ഉണ്ട് എന്ന് CPM പറയുമ്പോൾ അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന്. ശ്രീകുമാർ നോക്കൂ മഞ്ജുഷ, ഞാനൊരു കാര്യം പറയട്ടെ. അതായത് തൃശ്ശൂർ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിലിപ്പോ പ്രശ്നം എന്താ വെച്ചാല് തിരുവമ്പാടി ദേവസ്വത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. സെക്രട്ടറി കോൺഗ്രസ്സുകാരനായി പോയെന്നേ ഉള്ളൂ. പ്രസിഡന്റ് വേറെ രാഷ്ട്രീയമാണ്. പാറമേക്കാവിന്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയുന്നത്. അതൊന്നും ഇവിടെ നോക്കാറില്ലെന്നേ. തൃശ്ശൂർ പൂരത്തെ നടത്തിയപ്പോ കുറെ കാലമായിട്ട് നടക്കുന്നതിനിടയ്ക്ക് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്താണ് വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുമ്പിട്ട് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ആ ബോർഡിൽ ഒരു വലിയ പടമുണ്ട്, പിണറായി വിജയന്റെ പടമുണ്ട്. തൃശ്ശൂർ പൂരത്തിന് 16 ലക്ഷം രൂപ അനുവദിച്ച പിണറായി വിജയൻ അഭിവാദ്യം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. ശ്രീ യുവരാജ് പറയുന്ന പോലെ ക്ഷേത്രങ്ങളെ തകർക്കാൻ ഇവർ ശ്രമിക്കുന്നു ഞാൻ പറയില്ല. ഇവര് ക്ഷേത്രങ്ങൾക്ക് കടന്നു കയറാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ കടന്നു കയറി വടക്കുന്നാഥ ക്ഷേത്ര സമിതി ക്ഷേമ സമിതിയിൽ ഇവരുടെ ആളുകളുണ്ട്, CPM-കാരുണ്ട്. അപ്പൊ ക്ഷേത്രങ്ങളിലേക്ക് കടക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ തൃശ്ശൂർ പൂരം വ്യത്യസ്തമാണ്. അത് വ്യത്യസ്തമാണെന്ന് പറയാൻ കാരണം, ഈ സംഘപരിവാർ എന്ന് പറയാൻ കാരണം ഒരു ഒറ്റ കാര്യത്തിലൂടെ പ്രശ്നമുള്ളൂ. അന്ന് രാത്രി സുരേഷ് ഗോപി എങ്ങനെയാണ് ആംബുലൻസിൽ വന്നതെന്നുള്ളതാണ്. അത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനൊന്നും 3 DGP-മാരൊന്നും വേണ്ട. അത് ഈ ഗവൺമെന്റിന് ചെയ്യാവുന്ന കാര്യം. ഒരു SP, ഒരു CI വിചാരിച്ചാൽ പറ്റാവുന്ന കാര്യമുള്ളൂ. അത് മുഖ്യമന്ത്രി ഒളിച്ചു വെക്കുകയാണ്. മഞ്ജുഷ, ഇതിപ്പോ തൃശ്ശൂർക്കാർക്കറിയ കാര്യത്തിൽ കളിയൊക്കെ എവിടെ വരെ പോണേന്നുള്ളത്. ഇവിടെ BJP ആണെങ്കിലും CPM ആണെങ്കിലും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി തൃപ്തികരമായ മറുപടി പറയില്ല. കാരണം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ആംബുലൻസിൽ വന്ന എന്താണെന്ന് അറിയാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ? ശ്രീ സുനിൽകുമാറിനോട് ചോദിച്ചാൽ അദ്ദേഹം അതിന് തെളിവ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നമുള്ളത്? പിന്നെ ഇതിൽ ഇടതുമുന്നണിയാണെന്ന് ആദ്യം ശ്രീ അനിൽകുമാർ മനസ്സിലാക്കൂ. ഇന്ന് നോക്കൂ, ഇവിടെ ഇടതുമുന്നണിയിലെ ഘടകകക്ഷിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ആദ്യം അനുവദിച്ചു കൊടുക്കണം. തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. ഇന്നത്തെ തന്നെ നോക്കൂ, NCP അവരുടെ മന്ത്രിയെ മാറ്റണമെന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രി എന്താ പറഞ്ഞ മാറ്റാൻ പറ്റില്ലാന്ന്. CPM-നെക്കാട്ടിലും വലിയ ദേശീയ കക്ഷി NCP. എന്നിട്ട് മുഖ്യമന്ത്രി പറയാ മന്ത്രിയെ മാറ്റാൻ പറ്റില്ല. അപ്പൊ ശരത് പവാറിന് വിലയില്ല ഇവിടെ. PC ചാക്കോ ദേശീയ നേതാവല്ലേ. ഇതിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നേരത്തെ ILN-ന്റെ മന്ത്രിയെ പിടിച്ച് പുറത്താക്കി. ഇപ്പൊ ILN-ന് മന്ത്രിയില്ല, RJD-ക്ക് മന്ത്രിയില്ല. ആകെപ്പാടെ CPM-യുടെ താല്പര്യം കേരള കോൺഗ്രസ് പാർട്ടി ഗ്രൂപ്പിനോടാണ്. അവർക്കാണെങ്കിൽ എല്ലാം കൊടുക്കുന്നുണ്ട്. പാവ CPI-ക്കാർ ഇപ്പൊ ഇന്നലെ പോയിട്ട് ഇത് ചർച്ച ചെയ്ത് ഇന്നിപ്പോ ബിനോയ് വിശ്വം പറയാ മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന്. ഈ ഉറപ്പ് തന്നെയല്ലേ 5 മാസം കൊടുത്തത്. അത് തന്നെയാണ് തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തിലുള്ളത്. തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തില് CPM കള്ളക്കളി നടത്തുകയാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശ്ശൂരിൽ വന്നിട്ട് പ്രസംഗിച്ചിട്ട് പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമം നടന്നു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കൊണ്ടുവന്ന റിപ്പോർട്ട് ഒരു ദേവസ്വത്തിനെതിരാണെന്നുള്ള തോന്നൽ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പൊ 3 അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുന്നത്.
അതിന്റെ ഒന്നും ആവശ്യമില്ല. 2-3 കാര്യങ്ങൾ അറിയേണ്ടേ ഉള്ളൂ. അത് അറിയണമെങ്കിൽ പോലീസ് അന്വേഷണം നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് പറയുന്നത്. ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുമ്പോൾ അതൊരു ന്യായാധിപരാകുമ്പോൾ കൃത്യമായിട്ട് അന്വേഷണവും പോലീസ് റിപ്പോർട്ടിംഗ് ഒക്കെ വരും. അല്ലാതെ ഇതിൽ വേറെ നമ്മൾ തർക്കിച്ച് കാട് കയറേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ BJP-യും CPM പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഇതിന് ഇവർ ഈ മറ്റേ PR ഏജൻസിയുടെ തർക്കമൊക്കെ ഇപ്പോ വന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് അൻവർ ഈ കാര്യം പറയേണ്ടതെന്ന് എന്തുകൊണ്ടാണ്? ADGP RSSകാരെ സന്ദർശിച്ചു എന്നുള്ളത് വെളിപ്പെടുത്തപ്പെട്ട കാര്യമല്ലേ? അത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് 2 കൂട്ടർ ആവശ്യപ്പെടുന്നില്ലല്ലോ. ജാവേദ്കറെ കണ്ടതിന്റെ പേരിൽ ഇടതുമുന്നണി കൺവീനറെ മാറ്റിയത്. ഇതൊക്കെ CPM-ഉം BJP-യും അവരെല്ലാം നടക്കുന്നുണ്ട്. ഇതൊരു ചാനൽ ചർച്ചയെ വന്നിട്ട് ഇങ്ങനെ പരസ്പരം പോരടിച്ചിട്ട് ആളുകളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, അനിലിന്റെ മറുപടി കൊണ്ട് അവസാനിപ്പിക്കാം. അനിൽ, ഒരു കാര്യം, നരേന്ദ്രമോദി ഈ പ്രേരണകുമാരി എന്ന് പറയുന്ന അവരുടെ താരപ്രചാരകയെ മടിയിൽ വെച്ചുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറയാനുള്ളത് പറയും. പ്രേരണകുമാരി ഇല്ലാതെ ശബരിമല കേസില്ല. നിങ്ങൾ കോടതി പോയി അടി ഇരന്ന് വാങ്ങുന്നത് പോലെ വിധി വാങ്ങിച്ചോണ്ട് വന്നത്. ഞാൻ പറയട്ടെ മഞ്ജുഷ, ഇത് മര്യാദകേടാണ്. മര്യാദകേടാണ് മഞ്ജുഷ. നിങ്ങൾ ഇത്തരം ആളുകളുമായിട്ട് ചർച്ചയ്ക്ക് വിളിക്കരുത്. നമ്മുടെ ഒരു കാര്യം, അന്തസ് വേണം. പ്രേരണകുമാരി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പറഞ്ഞേക്കാൻ ഞാൻ ആരുടെയും പുറകിൽ ഒളിക്കില്ല. സുവർണാവസര എന്ന് പറയുന്ന അന്തസ്സില്ലായ്മയല്ലേ ഈ നിങ്ങളുടെ ശ്രീധരൻപിള്ള കാണിച്ചത്? എന്ത് അന്തസ്സില്ലായ്മയാണ്? ശബരിമല പ്രശ്നം സുവർണാവസരമാണ്. നിങ്ങൾ അമ്പലം തന്നാക്കുകളാണോ? നിങ്ങൾ അമ്പലം വിഴുങ്ങുകളാണ്. ആ അമ്പലം വിഴുങ്ങുകളുടെ രാഷ്ട്രീയം, പൂരം തകർത്ത നിങ്ങളുടെ രാഷ്ട്രീയം തുറന്നു കാട്ടപ്പെട്ടതിന്റെ വിഷമം ഞങ്ങളുടെ മേലെ തീർക്കാൻ വരണ്ട. അതുകൊണ്ട് നിങ്ങളെ സമയം കിട്ടില്ല. അന്വേഷണം വരുമ്പോ സുരേഷ് ഗോപിയും കുടുങ്ങും. പക്ഷെ അനിൽകുമാറെ ശബരിമല വിഷയം കഴിഞ്ഞപ്പോ പറഞ്ഞത് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഞങ്ങളല്ല വീട് വീടാന്തരം കയറി ഇറങ്ങി ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് നടക്കേണ്ടി വന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ്. സുരേഷ് ഗോപിക്കെതിരെ കണ്ടെത്തലുകൾ ഉണ്ട് എങ്കിൽ, സുരേഷ് ഗോപിക്കെതിരെ കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല? സുരേഷ് ഗോപി കുടുങ്ങും എന്ന് പറയുന്നതല്ലാതെ ഈ 6 മാസം കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ. ഇത് താങ്കൾ എന്ത് ആത്മവിശ്വാസത്തിലാണ് പറയുന്നത് സുരേഷ് ഗോപി കുടുങ്ങുമെന്ന്? സുരേഷ് ഗോപി അല്ലേ ഇതിന്റെ ഗുണഭോക്താവ്? ആംബുലൻസ് ദുരുപയോഗിച്ച സുരേഷ് ഗോപിയാണ് ഗുണഭോക്താവ്. സുരേഷ് 6 മാസമായിട്ട് കേസ് പോലും എടുക്കാൻ പറ്റില്ല. ആംബുലൻസ് ദുരുപയോഗം ചെയ്തിട്ട് ആംബുലൻസ് ദുരുപയോഗം ചെയ്തിട്ട് 6 മാസമായിട്ട് കേസ് എടുക്കാൻ പോലും പറ്റിയില്ല. അത് പോയി പറയാൻ നിങ്ങളുടെ പാർട്ടിയിൽ ആളുമില്ല. അൽകുമാറയുടെ 1000 പേജിൽ കൂടുതൽ 1200 പേജുള്ള ഒരു റിപ്പോർട്ടാണ്. 1200 പേജുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടാണ് അതൊന്നും പോരാ, സമഗ്രതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അത് തള്ളിക്കളയുന്നത്. അത് തള്ളിക്കളയുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് ക്രൈംബ്രാഞ്ചിനെയും ഇന്റലിജൻസിനെയും DGP-യെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ മുഖ്യമന്ത്രി പറയരുത്, മുഖ്യമന്ത്രി തള്ളിക്കൊണ്ടേ കള്ളം പറയരുത്, റിപ്പോർട്ട് തള്ളുകയല്ലേ ചെയ്തത്. നിങ്ങൾ കള്ളം പറയരുത്, റിപ്പോർട്ട് തള്ളുകയല്ല ചെയ്തത്, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വിടുകയാണ് ചെയ്തത്. ഇത്രത്തോളം സംഘപരിവാർ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ കാണേണ്ട കാര്യം അതാണ്. സംഘപരിവാർ പിടിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ശരി, ഞാൻ അവസാനിപ്പിക്കാം. സംഘപരിവാറിനെതിരായ യുദ്ധമാണിത്. അത് ഞങ്ങൾ തുറന്നു കാട്ടും, അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. കുറച്ചുകൂടി നല്ലൊരു PR ഏജൻസിയെ വെച്ച് കഴിഞ്ഞാൽ ഇതിലും നല്ലൊരു വാചകം കിട്ടും അനിൽകുമാറെ. അത് മാത്രമേ പറയാനുള്ളൂ.